പേരാവൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പ്രയാസം പറഞ്ഞിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ് കെ ശൈലജ. UDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണെന്ന് താനടക്കം എല്ലാവരും തുറന്നു പറഞ്ഞിരുന്നു. നല്ലൊരു മത്സരം കാഴ്ചവെച്ച് സീറ്റ് പിടിക്കലായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യമെന്നും കെ ശൈലജ പ്രതികരിച്ചു. ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തും. ഏത് സീറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ വിജയസാധ്യത എന്താണ്. ആ ചർച്ച എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാനായിട്ട് നടത്തുന്ന ഒന്നല്ല. എല്ലാവരും കൂടി അതിൻ്റെ സാധ്യതകൾ അവലോകനം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമുള്ള സീറ്റാണ് പേരാവൂർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം 15 വർഷമായിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നു എന്ന് മാത്രമല്ല, UDFന് ശക്തമായ അടിത്തറയുള്ളൊരിടാണ്. അപ്പോൾ ആ പ്രയാസം പറഞ്ഞിരുന്നു. എന്നാൽ ആ പ്രയാസത്തിൻ്റെ ഇടയിൽ തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് എല്ലാവരും ആലോചിച്ചത്. ശരത്ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഇത് നേരത്തെ തന്നെ ഈ പാർട്ടി തലങ്ങളിൽ ഉള്ള പ്രശ്നമാണ്. ഒരു മത്സരത്തിന് ഒരു വെല്ലുവിളി ഉള്ള ഒരു സീറ്റിൽ കെ ശൈലജയെ പോലെ വളരെ സീനിയറായ ഒരു നേതാവിനെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ? നിലവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ടോ എന്ന കാര്യം അത് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. എന്തായാലും കെ ശൈലജ തന്നെ തുറന്നു പറയുകയാണ്, അത്തരത്തിലുള്ള ചർച്ചകളിൽ അതൊരു പ്രയാസമുള്ള സീറ്റാണ് എന്ന കാര്യം അറിയിച്ചിരുന്നു എന്ന് കെ ശൈലജ തന്നെ പറയുകയാണ്. നമുക്കറിയാം, പേരാവൂരിൽ വലിയ ശക്തമായ മത്സരമായിരുന്നു നടന്നത്. ആ പേരാവൂരിൽ 15 വർഷമായി സണ്ണി ജോസഫ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് വീണ്ടും കെ ശൈലജയെ മത്സരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്, അത് തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തന്നെ വലിയ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അത് വീണ്ടും പിണറായി വിജയനിലേക്ക് തന്നെ പോകുന്ന ഘട്ടം വന്നത് മറ്റ് നേതാക്കൾ, ആ തരത്തിലേക്കുള്ള നേതാക്കളെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടിയാണ്. എന്തായാലും കെ ശൈലജ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തരത്തിൽ ഒരു നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരേണ്ടതായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരത്തിൽ തോൽക്കുന്ന സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായത്. ശരത്ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും പേരാവൂരിന്റെ കാര്യത്തിൽ, മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രയാസം പറഞ്ഞിരുന്നു എന്ന് തുറന്നു പറയുകയാണ് കെ ശൈലജ. അതെ രുചീഷ്, തനിക്ക് പ്രയാസമുണ്ടായിരുന്നു എന്ന് തുറന്നു പറയുകയാണ്. തനിക്ക് മാത്രമല്ല, സഖാക്കൾക്ക്, അതായത് പാർട്ടി പ്രവർത്തകരൊക്കെ ഈ പ്രയാസം അറിയിച്ചിരുന്നതാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ. അതുപോലെ തന്നെ എന്നാൽ പാർട്ടി വിലയിരുത്തിയത് പ്രയാസമുണ്ടെങ്കിലും അതായത് 15 വർഷം UDF അടിത്തറയുള്ള 15 വർഷം MLA ഉള്ള UDF MLA ഉള്ള സ്ഥലത്താണ് മത്സരിച്ച്, അല്ലെങ്കിൽ അവിടെ മത്സരിക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. ആ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ശൈലജ ടീച്ചർ ഇന്ന് തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിനും അവരുടെ ഉത്തരം വളരെ സങ്കീർണമായ ഒരു നടപടിയാണ്. പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന നേതാവും തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അത് മറ്റൊരാളെ പരിഗണിക്കുന്നത് അത് സങ്കീർണമായ, അത് പാർട്ടിക്ക് സങ്കീർണത ഉണ്ടാക്കും എന്നൊരു മറുപടിയാണ് നൽകിയത്. ഏതായാലും ശൈലജ ടീച്ചർ തീരുമാനങ്ങളിലൊന്നും പൂർണ്ണ തൃപ്തിയല്ല എന്നതാണ് അവരെ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തന്നെ പേരാവൂരിൽ മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ തനിക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായത് UDFന്റെ അടിത്തറയുള്ള, വളരെ വലിയ അടിത്തറയുള്ള സീറ്റ്. എന്നാലും പാർട്ടി ജില്ലാ ഘടകം ചർച്ച ചെയ്ത് തീരുമാനിച്ചത് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് സീറ്റ് പിടിച്ചെടുത്താണ്. കണ്ണൂരിലെ ഈ സംഘടനാ പ്രശ്നങ്ങൾ, ഈ തരത്തിൽ നേതൃത്വം മാറ്റിയതാകട്ടെ, അതോടൊപ്പം ഈ പല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കണ്ണൂരിലെ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, അത് തളിപ്പറമ്പിലാകട്ടെ, അത് പയ്യന്നൂരിലാകട്ടെ, ഇവിടെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയ സംഭവമാകട്ടെ, ഓരോ വിഷയവും അത് ആ മലബാറിലാകെ തന്നെ അത് ബാധിച്ചു എന്ന് തന്നെയാണ് CPIMന്റെ അണികൾക്ക് ഇപ്പോഴുമുള്ള ആ ഒരു ധാരണ. അവർ ആ തരത്തിൽ തന്നെയാണ് അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതെ രുചീഷെ, അത് തന്നെയാണ് ടീച്ചറുടെ വാക്കുകളിൽ പറയുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയം പാർട്ടി വിലയിരുത്തിയത്, സ്ഥാനാർത്ഥി ജില്ലാ കമ്മിറ്റി അല്ലെ ജില്ലാ നേതൃത്വം വിലയിരുത്തിയത് തെറ്റായി പോയി എന്നുള്ളതാണ്. നേരത്തെ തന്നെ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ വിഷമമുണ്ട് എന്ന് പേരാവൂരിൽ മത്സരരംഗത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, താൻ പറഞ്ഞിരുന്നു, അതുപോലെ എല്ലാ സഖാക്കളും പറഞ്ഞിരുന്നു. അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് പാർട്ടി അതേസമയം വിലയിരുത്തിയത് അവിടെ മത്സരിച്ച് വിജയിക്കാൻ പ്രയാസമുള്ള മണ്ഡലമാണെങ്കിലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്ന അടിസ്ഥാനത്തിലാണ് തന്നെ മത്സരത്തിന് അയച്ചത് എന്നാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യത്തിൽ വളരെ ശരിയാണ്. കാരണം മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥി നിർണയം പലപ്പോഴും പാർട്ടി വിലയിരുത്തിയത് തെറ്റായിപ്പോയി എന്നാണ് അവരുടെ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് ഒറ്റ മെറിറ്റിലാണ്. ആ മെറിറ്റ് എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ളതാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിലൊക്കെ കാണുന്നത് അണികളുടെ വികാരം പൂർണ്ണമായിട്ട് ടീച്ചറും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ശൈലജ ടീച്ചറും അണികളുടെ, അതായത് കണ്ണൂരായിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ,
കോഴിക്കോടാവട്ടെ ഈ മലബാർ മേഖലയിലെ പാർട്ടി അണികൾ, അല്ലെ പാർട്ടി അല്ലെ ജില്ലാ കമ്മിറ്റികൾ, അല്ലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഉണ്ടായ വികാരമാണ് ഇപ്പോൾ ടീച്ചറിന്റെ അതേ വികാരം പുറത്തു വരുന്നു ആ രീതിയിലാണ്. എന്തായാലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ ആ തരത്തിലുള്ള വികാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വെല്ലുവിളി നിറഞ്ഞ ഒരു സീറ്റാണ്, പരാജയത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടത്. പക്ഷേ ഒരു മികച്ച മത്സരം നടത്തി ആ സീറ്റ് ശൈലജ ടീച്ചറിലൂടെ പിടിച്ചെടുക്കാം എന്നാണ് പാർട്ടി കരുതിയത് എന്ന് ശൈലജ ടീച്ചർ പറയുന്നു. എന്തായാലും പൊളിറ്റ് ബ്യൂറോ അംഗമായ വളരെ സീനിയർ നേതാവ് നിൽക്കുമ്പോൾ ആ തരത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായതെന്നും പാർട്ടി നേതൃത്വം ആ രീതിയിലാണ് കണ്ടതെന്നും ശൈലജ ടീച്ചർ വിശദീകരിക്കുകയാണ്.